നമസ്തേ. ഓം നമ ശിവായ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. എല്ലാവർക്കും നമസ്കാരം. ത്രിമൂർത്തികളിൽ, അതായത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരിൽ ഒരാളായ പരമശിവന്റെ ഒരു വ്രതവും അല്ലെങ്കിൽ പരമശിവനുമായി ബന്ധപ്പെട്ട ഒരു വ്രതവും ആഘോഷവുമാണ് മഹാശിവരാത്രി. ശിവന്റെ രാത്രി അല്ലെങ്കിൽ ശിവമയമായ രാത്രി, അതായത് ശിവം എന്ന് പറഞ്ഞാൽ മംഗളം എന്നാണ് അർത്ഥം. അപ്പോൾ മംഗളകരമായ രാത്രി എന്നാണ് ശിവരാത്രി എന്ന പദം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശിവോഹം എന്നാണ് ശൈവചിന്തയുടെ കാതൽ. അതായത് ശിവനും ഞാനും ഒന്നാണ് എന്ന അദ്വൈത സിദ്ധാന്തമാണ് ശിവോഹം എന്നതിലൂടെ അർത്ഥമാക്കുന്നത്. ആ മഹാശിവന്റെ ആ മംഗളകരമായ അനുഗ്രഹവും പ്രീതിയും കിട്ടുന്നതിന് വേണ്ടിയാണ് നാം മഹാശിവരാത്രി ആഘോഷിക്കുന്നതും വ്രതം അനുഷ്ഠിക്കുന്നതും. ലോകത്തെ നാശത്തിൽ നിന്നും രക്ഷിക്കാൻ നാം ഓരോരുത്തരും സ്വയം തയ്യാറാവണം എന്ന സന്ദേശമാണ് ശിവരാത്രി എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കേണ്ടത്. ശിവരാത്രി വ്രതം വക്ഷ്യേ ഭുക്തിമുക്തി പ്രദം ശൃണു മാഘ ഫാൽഗുനയോർ മധ്യേ കൃഷ്ണായാത്തു ചതുർദശി. അതായത് മാഘമാസം തുടങ്ങി, അതായത് മകരമാസം തുടങ്ങി ഫാൽഗുന മാസം തുടങ്ങുന്നതിന് മുമ്പായുള്ള ചതുർദശി, കറുത്ത പക്ഷത്തിലെ ചതുർദശി ദിവസമാണ് നമ്മൾ ശിവരാത്രി വ്രതം ആഘോഷിക്കേണ്ടത്. അത് വളരെ പവിത്രമായി വ്രതത്തോടുകൂടി തന്നെ നമ്മളെല്ലാവരും ആഘോഷിക്കേണ്ടതാണ്. ഇത് ആഘോഷിക്കുന്നതിൽ അല്ലെങ്കിൽ ഈ വ്രതം ആചരിക്കുന്നതോടുകൂടി ഇഹലോകത്ത് ഭുക്തി എന്ന എല്ലാ സൗഭാഗ്യങ്ങളും നമുക്ക് ലഭിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കാനും ശിവഭഗവാന്റെ അനുഗ്രഹം കിട്ടാനും മോക്ഷത്തിനും കൂടി ശിവരാത്രി വ്രതം വളരെ പുണ്യഫലപ്രദമാണ്. ശിവരാത്രി വ്രതം കുർവേ ചതുർദശ്യാമ ഭോജനം രാത്രി ജാഗരണേനൈവ പൂജയാമ ശിവം വ്രതി. അതായത് ചതുർദശി ദിവസം, അതായത് മകരമാസത്തിലെ ആ ചതുർദശി ദിവസം ഭക്ഷണമൊന്നും കഴിക്കാതെ വ്രതമെടുത്ത് രാത്രി ഉറക്കമിളച്ച് ശിവഭഗവാനെ ഭജിക്കുന്നത് ശിവഭഗവാന്റെ അനുഗ്രഹം നേടുന്നതിനും എല്ലാവിധ മംഗളം ഉണ്ടാകുന്നതിനും നമുക്ക് സാധിക്കുന്നു. അതിനുള്ള അനുഗ്രഹം കൂടിയാണ് ശിവരാത്രി വ്രതം എന്നാണ് ഈ 4 വരികളിലൂടെ അർത്ഥമാക്കുന്നത്. ഈ മാസത്തെ ശിവരാത്രി ആഘോഷം അല്ലെങ്കിൽ ശിവരാത്രി വ്രതം വരുന്നത് ഫെബ്രുവരി 15 ഞായറാഴ്ചയാണ്. അന്നേ ദിവസം ഈ വ്രതം അനുഷ്ഠിക്കുന്ന, ഈ ആഘോഷത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ശിവഭഗവാന്റെ അനുഗ്രഹവും പ്രീതിയും അതുപോലെ തന്നെ മോക്ഷവും ലഭിക്കട്ടെ എന്ന് ശിവഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. മാഘമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ, അതായത് കറുത്ത പക്ഷത്തിലെ 13-ാം രാത്രിയും 14-ാം പകലുമാണ് നാം ശിവരാത്രിയായി ആഘോഷിക്കേണ്ടത്. ചതുർദശി അർദ്ധരാത്രിയിൽ തട്ടുന്ന അല്ലെങ്കിൽ ചതുർദശി തിഥി അർദ്ധരാത്രിയിൽ വരുന്ന ദിവസമാണ് ശിവരാത്രി വ്രതം ആഘോഷിക്കേണ്ടത്. 2 രാത്രികളിൽ ചതുർദശി തിഥി വരികയാണെങ്കിൽ ആദ്യം വരുന്ന അല്ലെങ്കിൽ രാത്രിയിൽ തട്ടുന്ന ചതുർദശി ദിവസമാണ് നമ്മൾ ശിവരാത്രി വ്രതം ആഘോഷിക്കേണ്ടത്. ഈ താപസന്മാർക്കൊക്കെ അതീവ പുണ്യകരവും അതുപോലെ തന്നെ പ്രീതികരവുമായ ദിവസമാണ് ശിവരാത്രി. ശിവരാത്രി വ്രതവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾ ഉണ്ട്. അത് ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഒന്ന്, പാലാഴി മഥനവുമായി ബന്ധപ്പെട്ടതാണ്. ആ പാലാഴി കടയുന്ന സമയത്ത് അതിൽ നിന്നും ഉയർന്നു വന്ന കാളകൂട വിഷം, അതായത് ഹലാഹല വിഷം ലോകത്തിന് തന്നെ നാശകരമായി തീരും എന്ന് മനസ്സിലാക്കിയ ശിവഭഗവാൻ അത് പാനം ചെയ്ത് ലോകത്തെ സംരക്ഷിക്കുകയാണ് ഉണ്ടായത്. അന്നേ ആ ദിവസം രാത്രി ഇത് ലോകത്തിന് നാശമാവാതെ, അതായത് ഭൂമിയിലോ അതുപോലെ തന്നെ ശിവന്റെ ദേഹത്തിനോ ഒന്നും തന്നെ നാശകരമാവാതിരിക്കാൻ വേണ്ടി പാർവതീദേവിയും മറ്റു ദേവന്മാരും എല്ലാവരും ഉറക്കമിളച്ച്
ആ ശിവഭഗവാനെ ആരാധിക്കുകയുണ്ടായി. അതിൻ്റെ ഓർമ്മയ്ക്കായാണ് നമ്മൾ ഈ ശിവരാത്രി വ്രതം ഉറക്കമിളച്ച് വ്രതമെടുത്ത് ആഘോഷിക്കുന്നത്. അപ്പോൾ ശിവഭഗവാന്റെ പ്രീതിയും അനുഗ്രഹവും കിട്ടുന്നതിന് അത് വളരെ അനുയോജ്യമാണ്. ഇനി മറ്റൊരു കഥ പറയുന്നത്, അതായത് ശിവപാർവതിമാരുടെ വിവാഹവുമായി ബന്ധപ്പെട്ടതാണ്. സതീദേവിയുടെ ദേഹത്യാഗത്തില് ശിവൻ അതീവ ദുഃഖിതനായി തപസ് അനുഷ്ഠിക്കുകയായിരുന്നു. ഈ സമയത്ത് സതീദേവിയുടെ പുനർജന്മമായ പാർവതീദേവി കഠിനമായ വ്രതം അനുഷ്ഠിച്ച് ശിവഭഗവാനെ ഭജിച്ച് ശിവഭഗവാനെ അല്ലെങ്കിൽ ശിവഭഗവാനും പാർവതിയും തമ്മിലുള്ള വിവാഹം നടക്കുകയുണ്ടായി. അപ്പോൾ ആ മംഗളകരമായ ആ സുദിനത്തിൻ്റെ ഓർമ്മയ്ക്കാണ് നാം ശിവരാത്രി ആഘോഷിക്കുന്നത് എന്ന ഒരു കഥയുണ്ട്. അടുത്തതായിട്ട് പറയുന്നത്, സതീദേവിയുടെ ദേഹത്യാഗത്തില് ശിവന് വളരെയധികം ദുഃഖിതനായി താണ്ഡവ നൃത്തം ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഘോരമായ ആ താണ്ഡവ നൃത്തം അതിഭയാനകമായിരുന്നു. ലോകത്തിന് തന്നെ നാശകരമാവും എന്ന് മനസ്സിലാക്കിയ ദേവന്മാരെല്ലാവരും കൂടി ശിവഭഗവാനെ അതിന് ശമനം വരുത്തുന്നതിനു വേണ്ടി ഭയഭക്തി ബഹുമാനത്തോടുകൂടി ശിവഭഗവാനെ ആരാധിച്ച ഒരു ദിവസം കൂടിയാണ് ശിവരാത്രി എന്ന് പറയുന്നുണ്ട്. അടുത്തതായി പറയുന്ന ഐതിഹ്യം എന്ന് പറയുന്നത് ശിവലിംഗത്തിന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട കഥയാണ്. അതായത് വിഷ്ണുവും ബ്രഹ്മാവുമായി ബന്ധപ്പെട്ട ഒരു കഥയാണത്. വിഷ്ണു ഭഗവാന്റെ നാഭിയിലെ താമരപ്പൂവിൽ നിന്നാണല്ലോ ബ്രഹ്മാവിന്റെ ജനനം. അപ്പോൾ ഈ നാഭിയിൽ നിന്നും ആ താമരപ്പൂവിൽ നിന്നും ഉടലെടുത്ത ബ്രഹ്മദേവൻ നോക്കിയപ്പോൾ വിഷ്ണു ഭഗവാനെ മാത്രമേ ദർശിക്കാൻ കഴിഞ്ഞുള്ളൂ. അപ്പോൾ അദ്ദേഹം വിഷ്ണു ഭഗവാനോട് ചോദിച്ചു, നീ ആരാണ്? അപ്പോൾ അതിനുത്തരമായിട്ട് വിഷ്ണു ഭഗവാൻ മറുപടി പറഞ്ഞു, ഞാൻ നിന്നെ സൃഷ്ടിച്ച ആളാണ്, ഈ ലോകത്തിൻ്റെ മുഴുവൻ പരിപാലകനായ നാരായണനാണ് ഞാൻ എന്ന് പറയുകയുണ്ടായി. ഇത് കേട്ട ബ്രഹ്മാവിന് ആ ഉത്തരം തൃപ്തിയായില്ല. അത് അവർ തമ്മിൽ വാക്കേറ്റമായി അവസാനം യുദ്ധത്തിൽ വരെ കലാശിച്ചു. ബ്രഹ്മാവ് തൻ്റെ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു, വിഷ്ണു ഭഗവാൻ പാശുപതാസ്ത്രവും പ്രയോഗിച്ചു. എന്നാൽ ആ യുദ്ധത്തിൽ അല്ലെങ്കിൽ ആ അസ്ത്രങ്ങളെ നിർവീര്യമാക്കാൻ അവർക്ക് രണ്ടുപേർക്കും കഴിഞ്ഞില്ല. ഈ സമയത്താണ് ഒരു ശിവലിംഗം അവിടെ പ്രത്യക്ഷപ്പെട്ടു. അതിൻ്റെ രണ്ട് അഗ്രങ്ങളും ആദിയും അന്തവുമുള്ള അഗ്രങ്ങളൊന്നും ഇല്ലാത്ത ഒരു ശിവലിംഗമായിരുന്നു അവിടെ പ്രത്യക്ഷപ്പെട്ടത്. അപ്പൊ ഈ സമയത്ത് ഒരു അശരീരി കൂടി കേൾക്കുകയുണ്ടായി. ആരാണോ ഈ ശിവലിംഗത്തിന്റെ അഗ്രം കണ്ടുപിടിക്കുന്നത് അവനാണ് ശ്രേഷ്ഠൻ എന്നായിരുന്നു ആ അശരീരി. അതനുസരിച്ച് ബ്രഹ്മാവ് മുകളിലേക്കും വിഷ്ണു താഴത്തേക്കും അതിൻ്റെ അഗ്രം കണ്ടുപിടിക്കുന്നതിനായി പുറപ്പെട്ടു. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും അവർക്ക് ആ ശിവലിംഗത്തിന്റെ അഗ്രം കണ്ടുപിടിക്കാനായില്ല. അവർ രണ്ടുപേരും ആ പൂർവ്വസ്ഥാനത്ത് തന്നെ വന്ന് നിൽക്കുകയുണ്ടായി. ആ സമയത്ത് പരമശിവൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ശിവഭഗവാൻ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് മാഘമാസത്തിലെ ചതുർദശി ദിവസമായിരുന്നു. ശിവന്റെ നിരതിശയമായ തൻ്റെ ആ ഒരു ശക്തിയെയാണ് അതിലൂടെ നമുക്ക് ലോകത്തിന് കാണാൻ കഴിയുന്നത്. അങ്ങനെ അന്നേ ദിവസം ആരാണോ ഉറക്കമിളച്ച് തന്നെ പ്രാർത്ഥിക്കുന്നത് അത് അവർക്കെല്ലാവർക്കും, അല്ലെങ്കിൽ ഈ ദിവസം എല്ലാവരും ഉറക്കമിളച്ച് ശിവഭഗവാനെ ആരാധിച്ച് പ്രാർത്ഥിക്കുന്നതോടുകൂടി അങ്ങനെ ചെയ്യുന്ന എല്ലാവർക്കും മംഗളം ഉണ്ടായിരിക്കും. ആ ദിവസം ശിവരാത്രി ആയി ആഘോഷിക്കപ്പെടും എന്ന് അവരോട് അരുളി ചെയ്യുകയുണ്ടായി. ഇനി നമുക്ക് ശിവരാത്രി വ്രതത്തിൻ്റെ അല്ലെങ്കിൽ വ്രതത്തിൻ്റെ അനുഷ്ഠാനം, ആചരണം എന്നിവ എങ്ങനെയെല്ലാമാണ് എന്ന് നോക്കാം. അപ്പോൾ ആ ശിവരാത്രി ആഘോഷിക്കുന്നതിൻ്റെ തലേ ദിവസം തന്നെ നമ്മൾ ശരീരശുദ്ധിയും സ്നാനശുദ്ധിയും ഒക്കെ വരുത്തി, പറ്റുമെങ്കിൽ ശിവക്ഷേത്രത്തിൽ പോയി നമ്മൾ ദർശനമൊക്കെ നടത്തി ഒരിക്കൽ ഊണ് എടുക്കേണ്ടതാണ്. രാത്രി അരിയാഹാരം കഴിക്കരുത്. പിറ്റേ ദിവസം ഇതേപോലെ ശരീരശുദ്ധിയോടുകൂടി സ്നാനശുദ്ധിയോടുകൂടി നമുക്ക് ഉപവാസം അനുഷ്ഠിക്കാവുന്നതാണ്. പൂർണ്ണമായ ഉപവാസമാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത്. അതിന് ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്ക് ലഘുവായ ഭക്ഷണം അല്ലെങ്കിൽ പഴങ്ങൾ, കരിക്കിൻ വെള്ളം എന്നിവയൊക്കെ കഴിച്ച് അല്പാഹാരത്തോടു കൂടിയും
ശിവരാത്രി വ്രതം ആഘോഷിക്കാം. അന്നേ ദിവസം രാത്രി ഉറക്കമിളയ്ക്കണം, അല്ലെങ്കിൽ ഉറങ്ങരുത്. അതാണ് അന്നേ ദിവസത്തിൻ്റെ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ദിവസം നമ്മൾ ഉറക്കമൊഴിച്ച് ശിവന്റെ നാമങ്ങൾ, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രം തന്നെ ഉണ്ടല്ലോ, പഞ്ചാക്ഷരി മന്ത്രം, ഓം നമഃശിവായ എന്ന മന്ത്രമാണ് നമുക്ക് എല്ലാവർക്കും ചൊല്ലാൻ പറ്റുന്നതാണ്. അപ്പം നമ്മൾ ഉറക്കമൊഴിച്ച് അത് പകലും രാത്രിയും നമുക്ക് ആ മന്ത്രങ്ങൾ, ശിവപഞ്ചാക്ഷരി മന്ത്രം ചൊല്ലാവുന്നതാണ്. അതോടുകൂടി നമുക്ക് അഷ്ടോത്തരം ചൊല്ലാം, ശിവസഹസ്രനാമങ്ങൾ ചൊല്ലാം, ശിവഭജനകൾ ചൊല്ലാം. അങ്ങനെ വ്രതവും അതുപോലെ ഭജനകളും മന്ത്രോച്ചാരണവുമെല്ലാം നമ്മുടെ ഉള്ളിനെയും നമ്മുടെ മനസ്സിനെയും പരിശുദ്ധമാക്കും. അതുകൂടി ശിവഭഗവാന്റെ അനുഗ്രഹവും നമുക്ക് ലഭിക്കുന്നതാണ്. അന്നേ ദിവസം നമുക്ക് ഭഗവാന് കൂവളത്തിൻ്റെ ഇലകൾ സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ശിവന് ധാരയായിട്ട് പിന്നെ കരിക്കിൻ വെള്ളം, നെയ്യ്, ജലം എന്നിവയെല്ലാം സമർപ്പിക്കാം. പിൻവിളക്ക് സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അമ്പലത്തിൽ പോയി നമുക്ക് പുഷ്പാഞ്ജലികൾ നടത്താവുന്നതാണ്. അങ്ങനെ അന്നേ ദിവസം ശിവഭഗവാന്റെ കൂടെ ഇരുന്ന് ആ ശിവമന്ത്രാക്ഷരങ്ങളും അതുപോലെ തന്നെ ഭജനകളും എല്ലാം ചൊല്ലുന്നത് ആ വ്രതത്തിന് ഏറ്റവും കൂടുതൽ മഹത്വം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കുന്നതും നല്ലതാണ്. അതുപോലെ തന്നെ അന്ന് പിതൃബലി തർപ്പണം ചെയ്യുന്നത് വളരെ ഉചിതമാണ്. നമ്മൾ ആലുവ മണൽപ്പുറത്തൊക്കെ ആ മഹാശിവരാത്രി ദിവസം പിതൃക്കൾക്കായിട്ടുള്ള തർപ്പണവും ബലികർമ്മങ്ങളൊക്കെ ചെയ്യാറുണ്ട്. കർക്കിടക വാവു ബലി പോലെ തന്നെയാണ് ശിവരാത്രി ദിവസം ചെയ്യുന്ന വാവു ബലിയും. അത് പിതൃക്കൾക്ക് വളരെ നല്ലതാണ്. പിതൃദോഷങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറാനും അതുപോലെ തന്നെ അവരുടെയൊക്കെ അനുഗ്രഹം ലഭിക്കാനും വളരെ നല്ല ഒരു കർമ്മമാണ് ഈ ദിവസം നമ്മൾ ഇത്തരം കർമ്മങ്ങൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ നമുക്ക് കഴിയാവുന്ന വിധത്തിൽ മറ്റുള്ളവർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും അതീവ പുണ്യകരമാണ്. ആലുവ ശിവരാത്രി പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് മറ്റു ക്ഷേത്രങ്ങളിൽ. അതായത് തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രം, തളിപ്പറമ്പിലെ രാജരാജേശ്വരി ക്ഷേത്രം, കോഴിക്കോട് തളി ക്ഷേത്രം, അതുപോലെ ഗുരുവായൂരിലെ മമ്മിയൂർ ക്ഷേത്രം, ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം, ഇവിടങ്ങളിലെല്ലാം ശിവരാത്രി വ്രതം വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നു. ഇപ്പോൾ നമ്മുടെ അടുത്തുള്ള എല്ലാ ശിവക്ഷേത്രങ്ങളിലും ഈ മഹാശിവരാത്രി എല്ലാവരും ചേർന്ന് ആ ശിവഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥനകളോടും ഭജനകളോടും ആചാരങ്ങളും കൂടി അനുഷ്ഠിക്കാറുണ്ട്. അതിലൊക്കെ എല്ലാവരും പങ്കാളികളാവേണ്ടതാണ്. ഇനി ഈ ശിവരാത്രിയുടെ വ്രതം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം 1 വർഷത്തോളം നീണ്ടു നിൽക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അന്നേ ദിവസം പുരുഷന്മാര് നമുക്ക് ശിവക്ഷേത്രങ്ങളിൽ പോയി വൈകുന്നേരങ്ങളിൽ ശയനപ്രദക്ഷിണം നടത്താവുന്നതാണ്. സ്ത്രീകൾക്ക് അടിപ്രദക്ഷിണവും ഒക്കെ ചെയ്യാവുന്നതാണ്. ഈ ശിവരാത്രിയുടെ മാഹാത്മ്യം അല്ലെങ്കിൽ ശിവരാത്രി നോറ്റത് കൊണ്ടുള്ള അറിയാതെ ചെയ്താൽ പോലും അത് വളരെ പുണ്യമാണ് എന്നതിന് നമ്മുടെ ശിവപുരാണത്തിലൊക്കെ 1-2 കഥകളൊക്കെ പറയുന്നുണ്ട്. ആ കഥകൾ എന്താണ് എന്ന് നോക്കാം. അന്നേ ദിവസം ശിവലിംഗങ്ങളെ പാലും തേനും വെള്ളവും കൊണ്ട് അഭിഷേകം ചെയ്യാം. അതുപോലെ തന്നെ ശിവഭഗവാന് ധാര നടത്താവുന്നതാണ്. 1000 ഏകാദശിക്ക് തുല്യമാണ് ഒരു മഹാശിവരാത്രി വ്രതം എന്നാണ് പറയുന്നത്. അത്രയധികം പ്രാധാന്യമുണ്ട് ശിവരാത്രി വ്രതത്തിന്. ദാമ്പത്യ പ്രശ്നങ്ങൾ മാറാനും അതുപോലെ തന്നെ നല്ല ജീവിത പങ്കാളിയെ ലഭിക്കാനും ഉത്തമമായ ദാമ്പത്യ സുഖത്തിനും നമുക്ക് ശിവരാത്രി വ്രതം വളരെ നല്ലതാണ്. ശിവപുരാണത്തിൽ പറയുന്നത് തന്നെ ഇങ്ങനെയാണ്. അതായത് ആ പാർവതി ദേവി അത്രയധികം കഠിനമായ വ്രതവും തപസ്സും പ്രാർത്ഥനയും എല്ലാം ചെയ്തിട്ടാണ് ശിവനെ തനിക്ക് പതിയായി ലഭിച്ചത്. അതുപോലെ തന്നെ പെൺകുട്ടികളെ ഈ വ്രതം അനുഷ്ഠിക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ഒരു ജീവിത പങ്കാളിയെ ലഭിക്കുക തന്നെ ചെയ്യും എന്നാണ് ശിവപുരാണത്തിൽ പറയുന്നത്. പണ്ട് മഹാഭാവിയായിരുന്ന സുന്ദരസേനൻ എന്നൊരാളുണ്ടായിരുന്നു.
അദ്ദേഹം വളരെ പാപകർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹം അറിയാതെ ഒരു ദിവസം, അന്ന് മഹാശിവരാത്രി ആയിരുന്നു, നാഗേശ്വരം ക്ഷേത്രത്തിലെ ശിവരാത്രിയുടെ ആ ചടങ്ങുകളൊക്കെ നടക്കുന്ന ദിവസം അദ്ദേഹം അറിയാതെ ക്ഷേത്രത്തിൽ എത്തിപ്പെട്ടു. അവിടെ എത്തി അദ്ദേഹം ആ ഉറക്കമിളച്ച് ആ ശിവരാത്രിയെല്ലാം അതുപോലെ ആ ക്ഷേത്ര പരിപാടികളിലെല്ലാം പങ്കെടുക്കുകയുണ്ടായി. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു. മരണപ്പെട്ടപ്പോൾ അവിടെ ശിവദൂതന്മാരും അതുപോലെ യമദൂതന്മാരും വന്ന് അദ്ദേഹത്തെ എങ്ങോട്ട് കൊണ്ടുപോകണം എന്ന തർക്കമായി. നമ്മൾ അജാമിളന്റെ കഥ പറഞ്ഞ പോലെ തന്നെയായിരുന്നു. എന്തായാലും ശിവരാത്രി വ്രതം അറിയാതെ അനുഷ്ഠിച്ച അദ്ദേഹത്തിന് അവസാനം ശിവലോകത്തേക്ക് പോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു കഥ. അടുത്തൊരു കഥ ഒരു വേട്ടക്കാരൻ്റെ കഥയാണ്. ഒരു നായാടി ജീവിക്കുന്ന അല്ലെങ്കിൽ കാട്ടിൽ പോയി മൃഗങ്ങളെയൊക്കെ വേട്ടയാടുന്ന ഒരു വേടനായിരുന്നു. ഒരു ദിവസം അദ്ദേഹം വേട്ടയ്ക്ക് പോയപ്പോൾ ഒരു മൃഗത്തെയും അദ്ദേഹത്തിന് വേട്ടയാടി ലഭിച്ചില്ല. വളരെ ക്ഷീണിച്ചു. അങ്ങനെ വൈകുന്നേരമായി, ഒരു മൃഗത്തെയും കിട്ടാതെ അദ്ദേഹത്തിന് ഭക്ഷണവും ലഭിച്ചില്ല. വളരെ ക്ഷീണിച്ചു. അങ്ങനെ ക്ഷീണിച്ച് തിരിച്ചു പോരാൻ നിൽക്കുന്ന സമയത്താണ് ഒരു കടുവ അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. കടുവയെ പേടിച്ച് അദ്ദേഹം ഓടാൻ തുടങ്ങി. അങ്ങനെ ഓടി ഓടി അദ്ദേഹം കടുവയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു മരത്തിന്റെ മുകളിൽ കയറിയിരിപ്പായി. അപ്പോഴേക്കും നേരം രാത്രിയായി. കടുവ താഴെയും കാത്തിരുന്നു ഇയാൾ ഇറങ്ങുന്നതിന് വേണ്ടി. അങ്ങനെ ഒരു ശാഖയിൽ അദ്ദേഹം അങ്ങനെ തൽക്കാലം ഇരിപ്പുറപ്പിച്ചു. അദ്ദേഹത്തിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. കാരണം എന്തായി, ഉറങ്ങിക്കഴിഞ്ഞാൽ താഴേക്ക് വീഴും, വീണ് കഴിഞ്ഞാൽ താഴെ കടുവയുമുണ്ട്. കടുവ ഇയാൾ ഇറങ്ങി വരുന്നത് നോക്കിയിരിക്കുകയായിരുന്നു. അവസാനം രാത്രി ചെലവഴിക്കുന്നതിന് വേണ്ടി അദ്ദേഹം എന്തു ചെയ്തു, ആ മരത്തിന്റെ മുകളിലുള്ള ഓരോ ഇലയും താഴേക്ക് പറിച്ച് താഴേക്ക് ഇടാൻ തുടങ്ങി. നേരം വെളിച്ചാവുന്നതിന് വേണ്ടി ചെയ്ത ഒരു കാര്യമായിരുന്നു. അങ്ങനെ ഓരോ ഇലകളായി താഴത്തേക്ക് ഇട്ടു. ആ മരത്തിന്റെ ചുവട്ടിൽ ഒരു ശിവലിംഗം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ആ രാത്രി സമയം മുഴുവനും അദ്ദേഹം ഓരോ ഇലകളായിട്ട്, ആ വൃക്ഷമോ അതൊരു കൂവളത്തിന്റെ വൃക്ഷമായിരുന്നു, അറിയാതെയാണ് അദ്ദേഹം അതിന്റെ മുകളിൽ കയറിയത്. ഈ ഇലകൾ രാത്രി മുഴുവനും ഓരോന്നായിട്ട് സമർപ്പിച്ചതും അതെല്ലാം ആ ശിവലിംഗത്തിൽ പതിക്കുക നിമിത്തം അദ്ദേഹത്തിന് ആ ശിവരാത്രി ദിവസം ഉറക്കം ഒഴിക്കും ചെയ്തു. അതുപോലെ തന്നെ ആ കൂവളത്തിലകള് ഭഗവാന് അറിയാതെ സമർപ്പണവും ചെയ്തു. അതിന്റെ ഫലമായിട്ട് ആ വേട്ടക്കാരനും അതുപോലെ തന്നെ ആ കടുവയും ഉറക്കമൊഴിച്ചിരുന്നത് കൊണ്ട് അവർക്ക് രണ്ടുപേർക്കും മോക്ഷം കിട്ടി എന്നാണ് ഈ കഥ പറയുന്നത്. അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഈ ശിവരാത്രി വ്രതം നിൽക്കുന്നതിന് അതീവ ഫലം ഉണ്ട് എന്ന് ഈ ശിവപുരാണത്തിലെ ഈ കഥകളെല്ലാം വ്യക്തമാക്കുന്നുണ്ട്. ക്ഷമ, സത്യം, ദയ, ദാനം, ശൗചം, ഇന്ദ്രിയ നിഗ്രഹ എന്ന പ്രമാണപ്രകാരം നമുക്ക് സത്യവും ദയയും അതുപോലെ തന്നെ സ്നാനവും ഇന്ദ്രിയ നിഗ്രഹവും ദാനവും ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടി ആണ് നമ്മൾ വ്രതങ്ങളെല്ലാം ആചരിക്കുന്നത്. ഈ വ്രതം ആചരിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഇങ്ങനെയുള്ള ഇന്ദ്രിയ നിഗ്രഹമൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി, നമ്മൾ ആത്മ സാക്ഷാത്കാരത്തിൽ എത്തുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കണം. ആത്മനിയന്ത്രണം നമ്മൾ കൊണ്ടുവരണം. അങ്ങനെ ആത്മനിയന്ത്രണത്തിലൂടെ മാത്രമേ നമുക്ക് ഈ ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ ദിവസം നമ്മൾ ഇങ്ങനെയുള്ള വ്രതങ്ങൾ ആചരിക്കുന്നതിലൂടെ നമുക്ക് ഇങ്ങനെയുള്ള ഇന്ദ്രിയ നിഗ്രഹവും ആത്മസാക്ഷാത്കാരവും ഒക്കെ നേടാൻ കഴിയുന്നതാണ്. അങ്ങനെ നേടുന്നവര് അവർക്ക് ജീവിതത്തിലുടനീളം നമ്മൾ ആ നേടിയിട്ടുള്ള ആ ആത്മസാക്ഷാത്കാരം അല്ലെങ്കിൽ ആത്മനിയന്ത്രണം നമ്മുടെ ജീവിതത്തിൽ ഉടനീളം വെച്ച് പുലർത്തേണ്ടതാണ്. അതുപോലെ നമ്മുടെ മനസ്സിൽ വല്ല വിദ്വേഷമോ സ്പർദ്ധ, അതുപോലെ അനാരോഗ്യകരമായ മത്സര ബുദ്ധികള്, അതുപോലെ ബന്ധുക്കളിൽ നിന്നും അല്ലെങ്കിൽ ബന്ധുക്കളോട് അകറ്റി നിർത്തുന്നവര്, അങ്ങനെ പല വിധത്തിലുള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവര്, അതുമാതിരി തന്നെ സ്ത്രീപാപം, അതുപോലെ ഗുരുശാപം, ഇങ്ങനെ ഏറ്റിട്ടുള്ള എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള പാപകർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെല്ലാം നമുക്ക് ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ആ പാപകർമ്മങ്ങളെല്ലാം നീങ്ങി നമ്മുടെ മനസ്സ് പരിശുദ്ധമായിട്ട് നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കാൻ കഴിയും. അങ്ങനെ ആ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ഇത്തരം പാപകർമ്മങ്ങളെല്ലാം നമുക്ക് ഇല്ലാതാവുന്നു. പിന്നെ നമ്മൾ ശിവരാത്രി നോറ്റ് കഴിഞ്ഞാൽ വീണ്ടും അത് ആവർത്തിക്കരുത്. പിന്നെ മഹാദേവന് പോലും നമ്മളെ അതിൽ നിന്നും കരകയറ്റാൻ കഴിയില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടും ഭക്തിയോടും ആചാരങ്ങളോടും കൂടി നമ്മൾ ഈ വ്രതം അനുഷ്ഠിച്ച് ആ ഭഗവാന്റെ അനുഗ്രഹം നേടാനായിട്ട് എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കേണ്ടതാണ്, അല്ലെങ്കിൽ ശ്രമിക്കണം.
മഹാശിവരാത്രിയിലെ പ്രധാനമായ 4 നാഴികകൾ, അത് 4 സമയങ്ങൾ ഉണ്ട്. അതിൽ ഓരോ സമയത്തിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട നാഴിക സമയങ്ങളാണ് പറയുന്നത്. നമ്മളെ ഓരോരുത്തരുടെയും, നമ്മുടെ മനുഷ്യരെ നമ്മുടെ അന്ധകാരത്തിൽ നിന്നും, അതായത് നമ്മുടെ അജ്ഞാനത്തിൽ നിന്നും നമ്മളെ കരകയറ്റി നമ്മളെ അതുപോലെ തന്നെ നന്മയുടെ ലോകത്തിലേക്ക് അല്ലെങ്കിൽ വെളിച്ചത്തിലേക്ക് നയിക്കാൻ നമുക്ക്, അല്ലെങ്കിൽ നമ്മളെ നയിക്കാൻ ഈ ശിവരാത്രി വ്രതം നമ്മളെ സഹായിക്കും. അതുപോലെ അത് നയിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കൃത്യമായ നമ്മുടെ പ്രാർത്ഥനകളും ഭജനകളും നമ്മൾ കൃത്യമായിട്ട് ആചാരങ്ങളും എല്ലാം ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് ആ നന്മയുടെ ലോകത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും. അങ്ങനെ നമ്മളെ നയിക്കുന്ന ഒരു രാത്രിയാണ് ശിവരാത്രി. ഇനി ഈ ശിവരാത്രികൾ തന്നെ 3-4 ശിവരാത്രികൾ ഉണ്ട്. അതായത് എല്ലാ ദിവസവും അർദ്ധരാത്രി നമുക്ക് ശിവഭഗവാനെ ഭജിക്കാവുന്നതാണ്. അതിനെ നമുക്ക് നിത്യശിവരാത്രി എന്ന് പറയാം. ഇനി അതുപോലെ തന്നെ ഓരോ മാസവും കൃഷ്ണപക്ഷത്തിലെ ചതുർദശി ദിവസം, അതായത് കറുത്ത പക്ഷ ചതുർദശി ദിവസം 14-ാമത്തെ, അതാണ് ചതുർദശി ദിവസം. ആ ദിവസങ്ങളിൽ നമുക്ക് ശിവഭഗവാനെ ആരാധിക്കാനും അതുപോലെ പൂജിക്കാനൊക്കെ കഴിഞ്ഞാൽ അത് മാസശിവരാത്രി, ഓരോ മാസവും ആചരിക്കുന്ന ശിവരാത്രിയാണ് മാസശിവരാത്രി. ഇനി 3-ാമത്തെ ശിവരാത്രി വ്രതം എന്ന് പറയുന്നത് മാഘമാസത്തിലെ നമ്മൾ ആ വെളുത്ത പക്ഷം കഴിഞ്ഞാൽ, വെളുത്ത വാവ് കഴിഞ്ഞാൽ വരുന്ന 14 ദിവസങ്ങൾ, അതായത് പ്രഥമ മുതൽ ചതുർദശി വരെയുള്ള ദിവസങ്ങളിൽ, അതിൽ ഓരോ ദിവസവും ആ 14 ദിവസവും നമുക്ക് അർദ്ധരാത്രിയിലെ ശിവഭഗവാനെ ആരാധിക്കാം, നാമങ്ങൾ ചൊല്ലാം, മന്ത്രങ്ങൾ ചൊല്ലാം. അങ്ങനെ ആരാധിക്കുന്നതിനെയാണ് നമ്മൾ മാഘപ്രഥമ ശിവരാത്രി എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് വരുന്നതാണ് നമ്മുടെ ഈ മാഘമാസത്തിലെ ചതുർദശി ദിവസം വരുന്ന മഹാശിവരാത്രി. അപ്പൊ ആ ദിവസം, അത് ഒരു ദിവസമേ ഉള്ളൂ മാഘമാസത്തിലെ മഹാശിവരാത്രി ചതുർദശി ദിവസം. അന്നേ ദിവസം നമ്മൾ പകലും രാത്രിയും ശിവഭഗവാനെ ആരാധിക്കുന്നു, പൂജിക്കുന്നു, മന്ത്രങ്ങൾ ചൊല്ലുന്നു. അതാണ് നമ്മൾ എല്ലാവരും ശിവരാത്രി വ്രതമായിട്ട് ആഘോഷിക്കുന്നത്. അത് എല്ലായിടത്തും വ്യാപകമായിട്ട് കാണുന്നതും ഈ ശിവരാത്രി വ്രതം തന്നെയാണ്. ഇങ്ങനെ ശിവരാത്രികൾ 4 തരത്തിലാണ് നമുക്ക് ശിവഭഗവാനെ ആരാധിക്കാനായിട്ട് കഴിയുന്നത്. ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്ന ഒരു മനുഷ്യന് ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും ഈ ശിവരാത്രി വ്രതം ആഘോഷിക്കുന്നത്. നമ്മുടെ ആത്മാവ്, ചിന്ത, തപസ്, ജപം, ധ്യാനം എന്നിവയ്ക്കെല്ലാം ഈ വ്രതം വളരെ ശുഭകരമാണ്. ഈ ദിവസം ശിവനെ ആരാധിക്കുന്നത് നിരവധി ജന്മങ്ങളിലെ പാപങ്ങളെ ഇല്ലാതാക്കുന്നതിനും അവയെ നശിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ ശിവഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹത്തിനും നമുക്ക്, അല്ലെങ്കിൽ പൂർണ്ണ അനുഗ്രഹം ലഭിക്കാനും നമുക്ക് സാധിക്കും എന്നതാണ് ഈ വ്രതത്തിൻ്റെ ഒരു പ്രാധാന്യം. ഇനി നമുക്കതിൽ പ്രധാനപ്പെട്ട മുഹൂർത്തങ്ങളും സമയങ്ങളും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ മഹാശിവരാത്രി ദിവസം, അതായത് ഞായറാഴ്ച, നമ്മൾ ശിവഭഗവാനെ ആരാധിക്കുന്നതിന് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നല്ല നാഴികകളും മുഹൂർത്തങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ സമയം ഒന്ന് നോക്കാം. നമ്മൾ ഞായറാഴ്ച ദിവസമാണ് നമുക്ക് മഹാശിവരാത്രി വരുന്നത്. അപ്പോൾ അന്നേ ദിവസം രാവും പകലും നമുക്ക് ശിവനെ ആരാധിക്കാം, മന്ത്രങ്ങൾ ചൊല്ലാം, അതുപോലെ തന്നെ ഭജനകൾ ചൊല്ലാം. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ശിവഭഗവാന്റെ അനുഗ്രഹം കിട്ടുന്നതിന് അല്ലെങ്കിൽ ശിവസാന്നിധ്യം കൂടുതലുള്ള 2 മുഹൂർത്തങ്ങളാണ്. അതായത് രാത്രി 9:03 മണി വരെ 5:44 PM മുതൽ, വൈകുന്നേരം 5:44 PM മുതൽ രാത്രി 9:03 PM വരെ ഒരു മുഹൂർത്തമുണ്ട്. അതുപോലെ തന്നെ 9:03 PM മുതൽ, രാത്രി 9:03 PM മുതൽ പിന്നെ രാവിലെ 3:03 AM വരെയുള്ള സമയം. അങ്ങനെ 2 മുഹൂർത്തങ്ങളിലായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ആരാധിക്കാൻ പറ്റിയ മുഹൂർത്തങ്ങളാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് പഞ്ചാക്ഷരി മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ശിവനെ ആരാധിക്കാം, അല്ലെങ്കിൽ മൃത്യുഞ്ജയ മന്ത്രം ജപിച്ചുകൊണ്ട് ആരാധിക്കാം, അല്ലെങ്കിൽ നമുക്ക് ശിവപുരാണം, ശിവസ്തോത്രങ്ങൾ, ഭജനകൾ ഒക്കെ ചൊല്ലിയിട്ട് ഈ 2 മുഹൂർത്തങ്ങളിലും ശിവഭഗവാനെ വളരെ നന്നായിട്ട് നമുക്ക് ആരാധിക്കാവുന്നതാണ്. ഇതൊന്നും അറിയില്ലെങ്കിൽ കൂടി നമുക്ക് ഓം നമഃശിവായ എന്ന മന്ത്രം പറഞ്ഞുകൊണ്ട് ഈ സമയങ്ങളിൽ കൂടുതൽ സമയം നമുക്ക് ശിവഭഗവാനെ പൂജിക്കാവുന്നതും ആരാധിക്കാവുന്നതുമാണ്. അതുപോലെ തന്നെ ശിവഭഗവാനെ പൂജിക്കുന്ന 4 പൂജാ സമയങ്ങളുണ്ട്. 4 കാലങ്ങളായിട്ട് പൂജാ സമയങ്ങളുമുണ്ട്. അതൊന്ന് നോക്കാം.
അതിൽ ആദ്യത്തെ പൂജാസമയം എന്ന് പറയുന്നത് വൈകുന്നേരം 6:30 മുതൽ 9:30 വരെ. അതായത് വൈകുന്നേരം 6:30 PM ടു 9:30 PM ആണ് ഒന്നാമത്തെ ആ പൂജാസമയം. രണ്ടാമത്തെ പൂജാസമയം എന്ന് പറയുന്നത് 9:30 മണി മുതൽ 12:30 മണി വരെയുള്ള സമയമാണ് പൂജാസമയം. ഇനി മൂന്നാമത്തെ പൂജാസമയം 12:30 മുതൽ 3:30 വരെയുള്ള സമയമാണ്. പിന്നെ നാലാമത്തെ പൂജാസമയം എന്ന് പറയുന്നത് 3:30 മണി മുതൽ 6:30 മണി വരെയുള്ള സമയമാണ്. അപ്പം ഇങ്ങനെ രാത്രി 4 കാലങ്ങളിലായിട്ട് 4 പൂജാസമയങ്ങളുമുണ്ട്. ആ സമയങ്ങളിൽ നമുക്ക് ശിവഭഗവാനെ പൂജിക്കാനും അതുപോലെ തന്നെ നമുക്ക് പാല്, തേന് തുടങ്ങിയവ കൊണ്ടൊക്കെ അഭിഷേകം ചെയ്യാനും പറ്റുന്ന ഏറ്റവും നല്ല സമയങ്ങളാണ്. അപ്പം ഇതൊക്കെ വരുന്നത് രാത്രി സമയങ്ങളിലാണ്. അപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ ഉറക്കമിളച്ച് ആരാധിക്കേണ്ടതും പൂജിക്കേണ്ടതും രാത്രിയിലാണ്. അതാണല്ലോ മഹാശിവരാത്രി എന്ന് തന്നെ അതിന് പേര് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കഴിയുന്ന വിധത്തിൽ നമ്മൾ ഇങ്ങനെ മന്ത്രങ്ങൾ ചൊല്ലാനും ഈ പൂജാസമയങ്ങളിൽ ഭഗവാനെ പൂജിക്കാനും ഒക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ആ പൂജാസമയത്ത് അല്ലെങ്കിൽ ആ മുഹൂർത്തങ്ങളിൽ ചെല്ലാവുന്ന മന്ത്രങ്ങൾ ഒന്നുകൂടി പറഞ്ഞു തരാം. അപ്പം അതിൽ ഏറ്റവും പ്രധാനം പഞ്ചാക്ഷരി മന്ത്രം തന്നെയാണ്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം വളരെ ശ്രദ്ധയോടും ഭക്തിയോടും കൂടി നമ്മൾ ഭഗവാനെ ആരാധിക്കുക. അതുപോലെ നമ്മൾ ആത്മസമർപ്പണം ചെയ്യേണ്ടതാണ്. അപ്പോൾ അടുത്ത മന്ത്രം നമുക്ക് ചൊല്ലാൻ പറ്റുന്നത് മഹാമൃത്യുഞ്ജയ മന്ത്രമാണ്. അതിനെ നമുക്ക് ത്രയംബക മന്ത്രം എന്നും പറയാം. അതും വളരെ ശ്രദ്ധയോടും ഭക്തിയോടും കൂടി നമ്മൾ ചൊല്ലേണ്ടതാണ്. ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുക മിവബന്ധനാത് മൃത്യോർമുക്ഷീയ മാമൃതാത്. ഈ മന്ത്രമാണ് മഹാമൃത്യുഞ്ജയ മന്ത്രം. ഇത് നമുക്ക് ആ പ്രധാന മുഹൂർത്തങ്ങളിലും അല്ലെങ്കിൽ നമുക്ക് ആ ഭജന സമയത്തൊക്കെ ഈ മന്ത്രവും ചൊല്ലാവുന്നതാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ മറ്റൊരു ശിവമന്ത്രമുണ്ട്. ഓം മഹാദേവ ദേവായ രുദ്രമൂർത്തയെ ഹര ഹര ശിവായ നമ. ഈ മന്ത്രം വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ശിവരാത്രി ദിവസം അല്ലാത്ത ദിവസങ്ങളിലും 21 ദിവസം നമ്മുടെ ആഗ്രഹ സാഫല്യത്തിനായി കൊണ്ട് നമുക്ക് ശിവക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയും ഈ മന്ത്രം ജപിക്കുകയും ചെയ്യുന്നത്. അത് പ്രത്യേകിച്ചും ശനിയാഴ്ച ദിവസങ്ങളിലാണ്, പ്രഭാതത്തിലാണ് ഈ മന്ത്രം ചൊല്ലേണ്ടത്. സ്നാനശേഷം ശിവഭഗവാനെ ധ്യാനിച്ച് ഈ മന്ത്രം ചൊല്ലുന്നത് നമ്മുടെ ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കൊക്കെ വളരെ നല്ലതാണ്. അപ്പം നമ്മൾ ശിവരാത്രി ദിവസം ജപിക്കേണ്ട മന്ത്രങ്ങളും അത് ഒക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ. അതേ ദിവസം നമുക്ക് ശിവരാത്രി ദിവസം അഭിഷേകങ്ങൾ നടത്താവുന്നതാണ്. അപ്പോൾ പാലഭിഷേകം നടത്താവുന്നതാണ് ഭഗവാന്. അത് പരിശുദ്ധിയുടെ പ്രതീകമായിട്ടാണ് നമ്മൾ പാലഭിഷേകം നടത്തുന്നത്. പിന്നെ നമുക്ക് തേനുകൊണ്ട് അഭിഷേകം നടത്താം. ഈ തേനഭിഷേകം എന്ന് പറയുന്നത് മാധുര്യത്തിൻ്റെയും ഭക്തിയുടെയും പ്രതീകമായിട്ടാണ് നമ്മൾ ഈ തേനഭിഷേകം നടത്തുന്നത്. അതുപോലെ തന്നെ നെയ്യഭിഷേകവും ഭഗവാന് സമർപ്പിക്കാറുണ്ട്. അത് നിഷേധാത്മകതയ്ക്ക് എതിരായ വിജയം കൈവരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ നെയ്യഭിഷേകം നടത്തുന്നത്. അതുപോലെ തന്നെ നമുക്ക് ജലം കൊണ്ട് അഭിഷേകം നടത്താറുണ്ട്. അത് വിശുദ്ധിയുടെ പ്രതീകമായിട്ടാണ് നമ്മൾ ജലാഭിഷേകം നടത്തുന്നത്. ധാരയായിട്ടൊക്കെ നടത്താറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മന്ത്രങ്ങൾ, ഭജനകളൊക്കെ ചൊല്ലാറുണ്ടല്ലോ. അതെല്ലാം സമാധാനത്തിനും പ്രബുദ്ധതയ്ക്കും വേണ്ടിയിട്ടാണ് നമ്മൾ അന്നേ ദിവസം മന്ത്രങ്ങളും അതുപോലെ ഭജനകളൊക്കെ നടത്തുന്നത്. പിന്നെ നമ്മൾ ഉറക്കം ഒഴിക്കാറുണ്ടെങ്കിൽ ഉറക്കമിളക്കൽ അത് ചെയ്യുന്നത് നമ്മൾ ശിവഭഗവാനോടുള്ള ആ ഭക്തിയുടെ പ്രതീകമായിട്ടാണ് നമ്മൾ ഉറക്കമൊഴിക്കുന്നത്. അതുപോലെ നമ്മൾ അമ്പലത്തിൽ പോയി സമർപ്പിക്കുന്നതാണ് കൂവള ഇല സമർപ്പണം. കൂവള ഇലയാണ് ശിവഭഗവാന് സമർപ്പിക്കാവുന്ന ഇലകളിൽ ഏറ്റവും പ്രധാനമുള്ളത്. അത് നമ്മൾ പവിത്രമാണ്, നമ്മൾ വളരെ പവിത്രമായ ഒന്നാണ് ഈ ഇല സമർപ്പണം അല്ലെങ്കിൽ കൂവളത്തിൻ്റെ ഇല സമർപ്പിക്കുന്നത്. അത് ശിവകോപം കുറയ്ക്കുന്നതിന് കൂടി നല്ലതാണ് നമ്മൾ കൂവളത്തിൻ്റെ ഇല സമർപ്പിക്കലും. അതുപോലെ തന്നെ ശിവഭഗവാനെ പ്രസാദിപ്പിക്കുന്നതിനും നല്ലതാണ് എന്ന് പറയുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഭഗവാന് നടത്തുന്ന ആ രുദ്രാഭിഷേകങ്ങളെല്ലാം തന്നെ സമാധാനം, സമൃദ്ധി, ആത്മീയ ശുദ്ധീകരണം എന്നിവയ്ക്കൊക്കെ വേണ്ടിയാണ് നമ്മൾ ഈ എന്താ പറയുക രുദ്രാഭിഷേകം മുതലായവയെല്ലാം ശിവഭഗവാന് സമർപ്പിക്കുന്നത്. പിന്നെ നമ്മൾ 2-3 ഐതിഹ്യങ്ങൾ പറഞ്ഞല്ലോ. അതിൽ ആദ്യത്തെ ഐതിഹ്യം എന്ന് പറയുന്നത് സമുദ്രമഥനം നടത്തിയപ്പോൾ ആ ഹലാഹല വിഷം അല്ലെങ്കിൽ കാളകൂട വിഷം ഭഗവാൻ ഭക്ഷിച്ചു എന്ന് പറയുന്നില്ലേ. അപ്പോൾ അന്നേ ദിവസം നമ്മൾ അതിനോടുള്ള ആ നന്ദി സൂചകമായിട്ട്, അതായത് ലോകത്തെ സംരക്ഷിച്ച ആ ശിവഭഗവാനോടുള്ള
നന്ദി സൂചകമായിട്ടാണ് നമ്മൾ അന്നേ ദിവസം ശിവരാത്രി ആഘോഷിക്കുന്നതും അതുപോലെ തന്നെ ഉറക്കമിളച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും. ലോക നന്മയ്ക്ക് വേണ്ടി ഭഗവാൻ ചെയ്ത ഒരു നല്ല കാര്യത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഭഗവാനോടുള്ള നന്ദി സൂചകമായിട്ട് ഇത് ഇങ്ങനെ ഉറക്കമിളയ്ക്കുകയും വ്രതം അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ശിവപാർവതി വിവാഹം നടന്നു എന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത്, ആ പാർവതി ദേവി വളരെ തീവ്രമായ അല്ലെങ്കിൽ കഠിനമായ തപസ്സോടും അതുപോലെ ആരാധനയോടുകൂടി ശിവഭഗവാനെ ഭജിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ശിവഭഗവാന്റെ ഹൃദയം കീഴടക്കിയത്. അങ്ങനെയാണ് അവരുടെ വിവാഹം നടന്നത്. അപ്പോൾ അങ്ങനെ ആ ശിവഭഗവാനെ ആരാധിക്കുന്നത് ഇതുപോലെ നല്ലൊരു ദാമ്പത്യ ജീവിതത്തിനും അതുപോലെ തന്നെ നല്ല ഒരു ജീവിത പങ്കാളിയെ ലഭിക്കുന്നതിനും നമുക്ക് ഗുണകരമാണ്. പിന്നെ ഒന്ന് പറഞ്ഞൊരു ഐതിഹ്യം എന്ന് പറയുന്നത് ലിംഗോദ്ഭവ കഥയാണ്. ശിവലിംഗത്തിൻ്റെ ഉദ്ഭവം എന്ന് പറയുന്നത് അല്ലെ, അവിടെ ആ ബ്രഹ്മാവിനെയും അല്ലെങ്കിൽ വിഷ്ണുവിനെയും ഒരു പരീക്ഷിച്ച ഒരു കഥ കൂടിയാണത്. അവരുടെ അതിനേക്കാളൊക്കെ അതിരക്ത ശക്തി, അപ്പൊ ശിവഭഗവാന്റെ അതിരക്ത ശക്തിയെയാണ് ആ ലിംഗോദ്ഭവം എന്ന കഥയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ ശിവരാത്രി ദിവസം ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത്, പൂജകൾ നടത്തുന്നത്, അതുപോലെ നമ്മൾ ഉപവാസം അനുഷ്ഠിക്കുന്നത്, ആത്മസമർപ്പണം നടത്തുന്നത് എന്നിവയിലൂടെയൊക്കെ നമുക്ക് ശിവലോകത്ത് എത്താനാകുമെന്ന് നമ്മുടെ അത് ഉദാഹരണ സഹിതം അഗ്നിപുരാണത്തിലും ശിവപുരാണത്തിലെല്ലാം സൂചനകളുണ്ട്. അപ്പോൾ അതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഇത്തരം വ്രതങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം ആ പ്രാർത്ഥനയോടുകൂടി ചെയ്യേണ്ടത്. ഇനി നമുക്ക് ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരുണ്ടെങ്കിൽ, എല്ലാവർക്കും ക്ഷേത്രത്തിൽ പോകാൻ കഴിഞ്ഞു എന്ന് പറ്റില്ല, അതുപോലെ വലിയ ശിവക്ഷേത്രങ്ങളിലൊന്നും സന്ദർശിക്കാനും കഴിഞ്ഞു എന്ന് വരില്ല. അങ്ങനെയുള്ളവർക്ക് വീട്ടിലിരുന്നു കൊണ്ട് ഉപവാസം അനുഷ്ഠിക്കാം. സ്നാനശുദ്ധി, ശരീരശുദ്ധി, അതുപോലെ ബ്രഹ്മചര്യ, വ്രതനിഷ്ഠ എന്നിവയോടുകൂടി നമുക്ക് വീട്ടിലിരുന്ന് ഭഗവാനെ ആരാധിച്ച് ശിവഭഗവാന്റെ മന്ത്രങ്ങളും ഭജനകളും ചൊല്ലി ആ ദിവസം ശിവഭഗവാന്റെ കൂടെ ഉപവസിക്കാവുന്നതാണ്. അതും വളരെ പുണ്യദായകമാണ്. അപ്പോൾ നമ്മൾ ഇനി ഈ അല്ലെങ്കിൽ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത് കൊണ്ടാവുന്ന ഒരുപാട് നേട്ടങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഒന്നുകൂടി നോക്കാം. ഒന്ന്, നമുക്ക് ശിവപ്രീതി, അതുപോലെ പാപനാശനം, ഐശ്വര്യം, അഭിവൃദ്ധി, ദീർഘായുസ്, ആത്മീയമായ ഉന്നതി, ദാമ്പത്യ സൗഖ്യം, അതുപോലെ ശരീര ശുദ്ധീകരണം, പാപനാശം, അതുപോലെ സ്ത്രീശാപം, ഗുരുശാപം എന്നിവയിൽ നിന്നുള്ള മോചനം. ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ഈ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ പരമാവധി എല്ലാവരും ഈ വ്രതം വളരെ ഭക്തിയോടുകൂടി അന്നേ ദിവസം ആ ശിവഭഗവാനെ ആരാധിച്ച് നമ്മുടെ പാപങ്ങളെല്ലാം ഇല്ലാതാക്കി തീർക്കുന്നതിന് നമുക്കെല്ലാവർക്കും ശ്രമിക്കാം. അപ്പോൾ എല്ലാ വ്രതങ്ങളെ പോലെ തന്നെയും മഹാശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ നമുക്ക് ആന്തരികമായ സമാധാനം, അതുപോലെ മാനസികമായ വ്യക്തത, പാപനാശനം, നെഗറ്റീവ് കർമ്മങ്ങൾ ഇല്ലാതാവല്, അതുപോലെ തന്നെ തടസ്സങ്ങളെ ഇല്ലാതാക്കുന്നതിനുള്ള കരുത്ത് നേടിയെടുക്കല്, അതുപോലെ തന്നെ ദിവ്യമായ കാരുണ്യം ലഭിക്കുക, ആത്മീയമായ ഉണർവ് ഉണ്ടാവുക, ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ശിവരാത്രി വ്രതത്തിലൂടെ നേടിയെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ശിവരാത്രി വ്രതം വളരെ ഭക്തിയോടുകൂടി അനുഷ്ഠിച്ച് ആചരിച്ച് ശിവഭഗവാന്റെ അനുഗ്രഹം നേടേണ്ടതാണ്. ഈ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്ന എല്ലാവർക്കും ശിവഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ, അതുപോലെ തന്നെ മോക്ഷം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമ്മൾ ശിവരാത്രി വ്രതം അനുഷ്ഠിച്ച്, അതായത് ഞായറാഴ്ച ദിവസം നമ്മൾ രാവിലെ മുതൽ സൂര്യോദയം മുതൽ സ്നാനം ചെയ്ത് ശരീരശുദ്ധി, സ്നാനശുദ്ധി, മനഃശുദ്ധി എന്നിവയോടുകൂടി നമ്മൾ വ്രതം ആചരിക്കുന്നു. രാത്രി നമ്മൾ ശിവമന്ത്രങ്ങളെല്ലാം ജപിച്ച് നമ്മൾ രാത്രി ഉറക്കം ഒഴിക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസം വീണ്ടും നമ്മൾ സ്നാനം ചെയ്ത് ശിവക്ഷേത്ര ദർശനമൊക്കെ നടത്തി നമുക്ക് പാരണയോടുകൂടിയാണ് ആ വ്രതം അവസാനിപ്പിക്കേണ്ടത്. അപ്പോൾ പിറ്റേ ദിവസം സൂര്യോദയം കഴിഞ്ഞാൽ 6:30 മണി മുതൽ 3:10 വരെ പാരണ സമയമുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് 6:30 കഴിഞ്ഞാൽ പാരണ ചെയ്ത് നമുക്ക് ശിവരാത്രി വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഈ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്ന എല്ലാവർക്കും ശിവഭഗവാന്റെ അനുഗ്രഹവും
അതുപോലെ മോക്ഷവും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.